കഴിഞ്ഞ ഒരു വർഷമായി വിജയയാത്ര തുടർന്നു വരികയായിരുന്നു മോഹൻലാൽ. മലയാളത്തിലും തെലുങ്കിലും ചെയ്ത ചിത്രങ്ങൾ പ്രേക്ഷക പ്രീതിയും സാമ്പത്തിക ലാഭവും നേടി. വിസ്മയം മുതൽ മുന്തിരിവള്ളികൾ വരെയുള്ള കാര്യമാണിത്. എന്നാൽ മേജർ രവിയുടെ 1971 ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്ന ചിത്രം ലാലിന്റെ വിജയയാത്രയ്ക്ക് വിഘ്നം വരുത്തി. വളരെയേറെ പ്രതീക്ഷയോടെയാണ് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ നാലാമത്തെ ചിത്രമായ 1971 ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്ന ചിത്രം തിയേറ്ററിലെത്തിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അന്യഭാഷാ താരങ്ങൾ, ലാലിന്റെ സാഹസം തുടങ്ങിയവയൊക്കെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയായിരുന്നു. എന്നാൽ പ്രേക്ഷക പ്രതീക്ഷയെ സിനിമ നിരാശപ്പെടുത്തി. മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ, പുത്തൻ പണം എന്നീ ചിത്രങ്ങൾക്കൊപ്പം തിയേറ്ററിൽ മത്സരിച്ച ബിയോണ്ട് ദി ബോർഡേഴ്സ് തിരക്കഥയിലെ അപാകതകൾ കൊണ്ട് പരാജയപ്പെടുകയായിരുന്നു. കേരളത്തിൽ ഗംഭീര റിലീസായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. 190 തിയേറ്ററുകളിൽ റിലീസിനെത്തിയ ചിത്രത്തിന് ആദ്യ ദിവസം നേടാൻ കഴിഞ്ഞത് 2.80 കോടി മാത്രമാണ്. ലാലിന്റെ മുൻ ചിത്രങ്ങളെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ കളക്ഷൻ വളരെ പിന്നിലാണ്. റിലീസ് ചെയ്ത് 10 ദിവസം പിന്നിടുമ്പോഴും ചിത്രം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. 5.14 കോടി രൂപ മാത്രമാണ് ഇതുവരെ ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടാൻ കഴിഞ്ഞത്. ലാൽ, മേജർ രവി കൂട്ടുകെട്ടിൽപ്പെടുന്ന മുൻ ചിത്രങ്ങളുടെ പരാജയവും 1971 ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.